നമസ്കാരം. ഞാനിവിടെ ഓമക്കായ പപ്പായ എന്നൊക്കെ പറയും, അത് വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അതും മുരിങ്ങക്കായൊക്കെ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഞാൻ ഇത്ര പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊഴുപ്പിനനുസരിച്ചാണ് പരിപ്പ് എടുക്കുന്നത്. അപ്പോൾ കൊഴുപ്പ് കുറവാണ് വേണ്ടതെങ്കിൽ കുറച്ച് പരിപ്പ് എടുത്താൽ മതി. ഞാനിവിടെ ഇത്രയൊക്കെ പരിപ്പ് എടുക്കുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം കൊഴുപ്പൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ എന്നാൽ ഈ പരിപ്പ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്താ പറയുക, പപ്പായ ഓമക്കായ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഏകദേശം ഒരു ചെറിയൊരു പഴുപ്പ് വന്നതാണ് എടുത്തിരിക്കുന്നത്. പഴുപ്പ് വരുന്നതാണ് ഇതിന് ടേസ്റ്റ്, കറിക്ക് ടേസ്റ്റ് വരിക. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും പറ്റുമെങ്കിൽ ഇതുപോലെ ഏകദേശം കുറച്ച് പഴുപ്പുള്ളത് എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഇടുന്നത് ആവശ്യത്തിന് മുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഞാനിവിടെ ഒരു കഷ്ടി ഒരു ടീസ്പൂണ് ഇടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോളൂ കേട്ടോ. പിന്നെ ഞാനിവിടെ ഇടുന്നത് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം ആവശ്യത്തിന് മതി, നോക്കട്ടെ. വെള്ളമൊക്കെ കഷ്ണത്തിൻ്റെ പാകത്തിന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഞാൻ അപ്പോൾ ഇത്രയും വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കണുള്ളൂ, അധികം ഒഴിക്കണില്ല. ഞാൻ ഈ കുക്കർ അടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അടച്ചിട്ട് ഞാൻ അടുപ്പത്ത് വയ്ക്കട്ടെ കേട്ടോ. ഇപ്പം ഞാൻ അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് എന്താ പറയുക, ഒരു നാളികേരത്തിൻ്റെ പകുതി കേട്ടോ, അരമുറി എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് മുഴുവനായിട്ടില്ല, എന്നാലും കഷ്ടി ഒരു 3/4 ടീസ്പൂണോളം ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാകത്തിന് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ അരവ്. ഇത് ഞാൻ അരച്ച് വരാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഓമക്കായും പരിപ്പും കൂടി വെന്തിരിക്കണം കേട്ടോ. ഞാൻ നോക്കുമ്പോൾ അപ്പോൾ അതാ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇടാൻ പോണത് ഞാൻ മുരിങ്ങക്കായാണ് കേട്ടോ. ഇതാ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഒരു വിസിൽ വരും വരെ നമുക്ക് നോക്കാം. അടച്ച് വയ്ക്കണം. ഒറ്റ വിസിൽ മതി കേട്ടോ, അല്ലെങ്കിൽ അത് വേവില്ല. ഒരു വിസിൽ കൊടുത്താൽ അത് വേഗം നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ മുരിങ്ങക്കായ വെന്ത് കിട്ടുക. ഒരൊറ്റ വിസിലാണ് ഞാൻ കൊടുത്തത്. മുരിങ്ങക്കായ നന്നായി വെന്തുണ്ട്. ഇപ്പോൾ നമ്മളിതിലേക്ക് എന്താ പറയുക, എന്താ ഇത്ര ഉണ്ട് കേട്ടോ ഞാൻ എടുത്ത പുളിങ്ങ. ഈ പുളിങ്ങ പിഴിഞ്ഞിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് നന്നായി ഒന്ന് തിളച്ച് വരണം കേട്ടോ. പുളിങ്ങ എപ്പോഴും നന്നായി ഒന്ന് വെന്തിട്ട് വേണം നമുക്ക് അടുത്തത് ചേർക്കാൻ. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചേർക്കണത് എന്താ വെച്ചാൽ, നമ്മൾ നാളികേരം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നാളികേരം ജീരകമൊക്കെ കൂട്ടിയിട്ട് അതാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് പാകത്തിന് ഞാൻ വെള്ളമൊക്കെ നോക്കട്ടെ കേട്ടോ. ഞാൻ ഇതിലേക്ക് നാളികേരം അരച്ചിട്ടുള്ള ജാറ് കഴുകി വെള്ളം ഒഴിക്കട്ടെ. ഞാൻ ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയിൽ പാകത്തിന് വെള്ളമായി. ഇനി നന്നായി ഒന്ന് തിളച്ച് വരണം. ഞാൻ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനായിട്ട് ഇനി നന്നായി തിളയ്ക്കണം. തിളച്ച് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ കറിയൊക്കെ കണ്ടു നന്നായി കുറുകി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല
പാകത്തിന് വെള്ളമാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2 കറിവേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ അത് വാങ്ങി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 വറ്റൽമുളകാണ്. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ആയി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വറവ് ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കറിയിലേക്ക് ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് അത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.